സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എം സുരാജ്, അങ്ങേക്ക് മറുപടി പറയാം. പ്രധാനമായും ഇവരെല്ലാം ഉന്നയിച്ച ഒരു ചോദ്യം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പിൻവാങ്ങി പ്രതിരോധത്തിലായി എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന്. അങ്ങേക്ക് തുടരാം. ഞാനതിലേക്ക് വരാം. അത് മൂന്നുപേരും ഏതാണ്ട് വിവിധ സ്വരത്തിലാണെങ്കിലും ഒരേ അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ്. അതിന് മുൻപായി ബഹുമാന്യനായ വി വി രാജേഷ് ഇവിടെ ഹിന്ദുവിലെ ലേഖനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ തകർന്ന് 25 വർഷം കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഭാവിയില്ല എന്ന് ഒരാൾ ലേഖനം എഴുതിയിരിക്കുന്നു. അതൊക്കെ വളരെ പഴകിയ ഒരു ക്ലീഷയാണ് രാജേഷേ. മാത്രമല്ല, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ CPIM രൂപീകരിക്കുന്ന സമയത്ത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ശക്തമായ എതിർപ്പിനെ നേരിട്ടുകൊണ്ടും അവരുടെ അംഗീകാരമില്ലാതെയും പ്രവർത്തനം ആരംഭിച്ചവരാണ് ഞങ്ങൾ. അവരുടെ കയ്യിൽ നിന്ന് ചീട്ട് വാങ്ങിയിട്ടൊന്നുമല്ല ഞങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ തിരിച്ചടി നേരിട്ടാൽ ഉടനെ CPM അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഭാവിയില്ലാതായി പോകുന്നൊക്കെ പറയുമ്പോൾ ചരിത്ര വസ്തുതകൾ നിങ്ങൾ കുറേ കൂടി ശരിയായിട്ട് മനസ്സിലാക്കണമെന്ന എളിയ അഭ്യർത്ഥന എനിക്ക് താങ്കളോടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ബഹുമാന്യനായ അജയ് തറയിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി തന്നെ കുറേ പെശകുകളുണ്ട്. ഒന്ന് വെസ്റ്റ് ബംഗാളിലെ കാര്യം. വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു അനൗപചാരികമായ ധാരണയുടെ ഘട്ടത്തിലേക്ക് വളർന്നത് പരസ്പരം സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിക്കേണ്ട എന്നാണ്. അങ്ങേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിക്കാതിരിക്കുക. 4 കോൺഗ്രസിൻ്റെ സീറ്റ്, 2 CPM-ൻ്റെ സീറ്റ്. ആ ഒരു ധാരണ പാലിക്കാൻ നിങ്ങൾക്കാണ് സാധിക്കാതെ പോയത്. താങ്കൾക്ക് അതിലെന്തോ ഒരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവിടെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതല്ലാതെ ഞങ്ങളവിടെ മതനിരപേക്ഷ നിലപാട് സംരക്ഷിക്കുന്നതിന് മുൻകൈ എടുക്കാത്തത് കൊണ്ടല്ല. 2, അങ്ങ് തെല്ല് പരിഹാസം കലർത്തി പറഞ്ഞു 40 സീറ്റ് എന്നൊക്കെ. തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ മാറി മാറി വരും എന്നുള്ളത് എന്നേക്കാൾ നന്നായി അങ്ങേക്ക് അറിയേണ്ടതാണ്. കാരണം കോൺഗ്രസ് ഒരു കാലത്ത് 400-ൽ പരം സീറ്റുണ്ടായിരുന്ന പാർട്ടിയല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് 44 സീറ്റിലേക്കല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ 44 സീറ്റിലേക്ക് മാറിയില്ലേ. അപ്പോൾ ഒരു പരാജയം വന്നില്ലേ. അതുകൊണ്ട് എന്നും നിങ്ങൾ ഈ സീറ്റിൽ തന്നെ നിൽക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ മാറി വരും, നമ്മളതിനെ കാണണം, അങ്ങനെ കാണണം. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 44 സീറ്റായിരുന്നു. അതുപോലെ അങ്ങ് ഉപയോഗിച്ചൊരു വാചകം, തമിഴ്നാട്ടിൽ DMK-യുടെയും കോൺഗ്രസിൻ്റെയും ഔദാര്യത്തിൽ കിട്ടിയ ഒരു സീറ്റ്. ഒന്ന്, തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒരു സീറ്റിലല്ല 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിന് ആ വാക്ക് ഉപയോഗിക്കണമെന്നുള്ളതും അങ്ങ് പരിശോധിക്കണം. വേണമെങ്കിൽ എനിക്ക് തിരിച്ചു പറയാം, ഔദാര്യമാണെങ്കിൽ DMK-യുടെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ്, നിങ്ങൾ 10 സീറ്റിൽ, ഞങ്ങൾ 2 സീറ്റിൽ അവിടെ മത്സരിക്കുന്നു. ഞാൻ അങ്ങനെ പറയാൻ തയ്യാറാവുന്നില്ല. DMK-യാണ് അവിടുത്തെ നേതൃ പാർട്ടി. ആ മുന്നണിയെ അവിടെ നയിക്കുന്നത് DMK-യാണ്. പിന്നെ തമിഴ്നാട്ടിൽ തന്നെ ഭക്തവത്സലം പരാജയപ്പെട്ടതിന് ശേഷം അവിടുത്തെ നിയമസഭയിലേക്ക് അടുത്തേക്ക് വരാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. 50 കൊല്ലം കഴിഞ്ഞില്ലേ, അര നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടെ ഞങ്ങൾക്ക് 10 MLA-മാരും CPM-ന് മാത്രം 10 MLA-മാരും കോൺഗ്രസിന് 5 MLA-മാരുമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ മാറി വന്ന ഒരുപാട് വലിയ വിസ്മയകരമായ ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ട്. നമ്മൾ അതൊന്നും പരിഹസിക്കാനോ അമിതമായി മേനിനടിക്കാനോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇനി നമുക്ക് ഈ 3 പേരും ഒരുപോലെ ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണമാണ് ഭയന്നു. രാഹുൽ ഗാന്ധി വന്നപ്പോഴേക്ക് ഞങ്ങൾ ഭയന്നു, പകച്ചു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ പറയാമോ? രാജേഷ് ആണെങ്കിൽ മുഖ്യമന്ത്രി 35 കൊല്ലമായിട്ട് പഠിക്കുകയാണ്. ആവട്ടെ, ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ, അങ്ങയോട് ചോദിക്കട്ടെ, വാർത്താവതാരകനോട് ചോദിക്കട്ടെ, എന്തൊരു പരിഹാസ്യമാണ് ഈ വാദം. അങ്ങനെ ഭയപ്പെടാവുന്ന ഒരു പൊസിഷനിൽ ഇന്ന് നിൽക്കുന്ന നേതാവാണോ രാഹുൽ ഗാന്ധി? ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഇകഴ്ത്തി കാണിക്കാനൊന്നും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചെറിയ ശകലമാണ് നേരത്തെ പറയാൻ ശ്രമിച്ചത്. ഈ രാഹുൽ ഗാന്ധിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ആദരണീയായ മാതാവും ഒരുമിച്ച് നിന്നിട്ട് ഉത്തർപ്രദേശിൽ ആ 2 സീറ്റല്ലാതെ 3ാമതൊരു സീറ്റ് കിട്ടിയില്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? അതോ അതിന് മുൻപ് നേടിയ ഭൂരിപക്ഷം 3-1 കുറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുഴുവൻ മണ്ഡലത്തിലും കോൺഗ്രസ് തോറ്റു. ഈ രാഹുൽ ഗാന്ധി ജീവിക്കുന്ന ഡൽഹിയിലെ മുഴുവൻ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസ് തോറ്റില്ലേ? നമുക്ക് ദുഃഖമുണ്ട്, കോൺഗ്രസ് അവിടെ തോക്കാൻ പാടില്ല, കാരണം ജയിച്ചത് BJP ആണല്ലോ. ആ ഡൽഹി അസംബ്ലിയിൽ കോൺഗ്രസ് തൊപ്പിയിട്ടില്ലേ? അങ്ങനെയുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നാൽ ഞങ്ങളങ്ങ് പേടിക്കുമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏത് പുസ്തകത്തിലാണ് പേടി എന്ന വാക്കുള്ളത്? ശ്രീ എം സുരാജ്, അങ്ങ് ആവർത്തിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ യു.പിയിൽ അവർ 2, അല്ല അങ്ങേക്ക് തുടരാം, യു.പിയിൽ 2 സീറ്റാണ് ശരി. പക്ഷേ ഈ 10 കൊല്ലത്തെ ഭരണമാണ്. അതിതീവ്രമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നടങ്കം മത്സരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണെന്ന് അങ്ങേക്കും ഓർമ്മയുണ്ട്.
എന്നിട്ട് ഇവർ മത്സരിച്ചു, ഇവർ ജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല സ്വരാജ്, ഇന്നും രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തിരിക്കുന്നതിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് അവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ 10 കൊല്ലത്തെ ഭരണവിരുദ്ധതയുടെ ഭാരം മുഴുവൻ കോൺഗ്രസിന് കൊടുത്ത് അവർ തറപറ്റിയെങ്കിൽ അതിൻ്റെ ഭാഗമാകാതെ നിന്നവർ അതിനേക്കാൾ നിലംപൊത്തിയതോ? നോക്കൂ, നമ്മൾ എന്താ ചർച്ച? അങ്ങേക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത ഇങ്ങനെ ഇടയ്ക്ക് ഇടപെടാൻ തോന്നിയത്? ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധത എന്ന ഘടകമാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചതെന്നല്ലേ താങ്കൾ പറയുന്നത്? ഞാനും അതുതന്നെയല്ലേ പറയുന്നത്. വ്യക്തിപ്രഭാവമോ തരംഗമോ മണ്ണാങ്കട്ടയോ ഒന്നുമില്ല. രാഷ്ട്രീയ ഗതിവിഗതികളെ നയിച്ചത് മറ്റ് ഘടകങ്ങളാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനെന്തിനാ എന്നോട് ഇടയ്ക്ക് കയറി തർക്കിക്കാൻ വരുന്നത്? നമ്മൾ തമ്മിൽ തർക്കത്തിൻ്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞത് ഈ ആളുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന തരംഗമോ ഒരു പ്രതിഭാസമോ ആയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് മാറിയതിന് തെളിവില്ല എന്നാണ് ഞാനും പറഞ്ഞത്. മറ്റു ഘടകങ്ങളാണ്. ഇനി ദയവായി നിങ്ങൾ സ്വരാജ്, അങ്ങനെയെങ്കിൽ ഈ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുന്നതിൽ ഒരു നേതൃപ്രഭാവത്തിന്റെ ശക്തി എത്രമാത്രം പ്രവർത്തിച്ചുവെന്ന് ധാരാളമായ ചർച്ച ഉണ്ടായില്ലേ നാട്ടിൽ? അത് മോദി പ്രഭാവമല്ലേ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രഭാവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വലിയ വിജയം മോദിയുടെ മാത്രം പ്രഭാവത്താലാണ് എന്ന് വിലയിരുത്തുന്ന നിലയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എനിക്കതിനോട് വിയോജിപ്പാണ്. ഇല്ല, അങ്ങനെ ന്യൂനീകരിക്കാതെ ഇപ്പോ ആ നേട്ടം മുഴുവൻ മോദി ഉണ്ടാക്കി എന്ന് പറഞ്ഞതിൽ അല്ല എന്റെയും ചോദ്യത്തിന്റെ സത്ത കിടക്കുന്നത്. അങ്ങ് പറഞ്ഞു തെരഞ്ഞെടുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുമെന്ന്. അത് നിങ്ങൾക്ക് അനുകൂലമായൊരു വാദഗതിയായി അങ്ങ് വെക്കുന്നു. ഇതുപോലെ തന്നെയാണ് വലിയ വ്യക്തിപ്രഭാവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചത്. ഇപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതൊരു ആപേക്ഷിക വാദം മാത്രമാണ്. നാളെ ഉണ്ടാകാമെന്നേ. അങ്ങയുടെ തന്നെ യുക്തിയാണ് മറച്ചു വെക്കുന്നത്. ഇത് ഏറിയും കുറഞ്ഞും വരും. അങ്ങനെ ഏറിയും കുറഞ്ഞും വന്ന പല ഘടകങ്ങളിൽ ഒന്നാണ് ഈ വ്യക്തിപ്രഭാവവും. അത് നാളെ വന്നേക്കാം. എന്റെ യുക്തി അല്ലാതെ എനിക്ക് അങ്ങയുടെ യുക്തി പറയാൻ പറ്റില്ലല്ലോ. അല്ല, എതിർവാദം പറയാനാണല്ലോ ബാക്കിയുള്ളവരിയ്ക്കുന്നത്. രണ്ട് പറയട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുക. ഒന്ന്, എനിക്ക് അങ്ങയുടെ യുക്തി അറിയില്ല. രണ്ട്, അറിഞ്ഞാൽ തന്നെ അത് പറയാൻ എനിക്ക് ബാധ്യതയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് ബാധ്യതയില്ല എന്ന് പറഞ്ഞ ഇതൊരു അല്ലല്ല, ഒരു നിമിഷം. ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ യുക്തിപരമായി എനിക്ക് തോന്നിയ എൻ്റെ ബോധ്യത്തിൽ നിന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് അങ്ങയുടെ യുക്തിക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ചർച്ച സംഘടിപ്പിക്കാൻ കഴിയുക? അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയുന്നു. എനിക്ക് ആ അഭിപ്രായത്തോട് സമ്പൂർണ്ണ വിയോജിപ്പാണെന്നേ. അല്ല, അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ യോജിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിന് മറുഭാഗമായി പറയാൻ കഴിയുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഇതാണ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങ് എന്തിനാണ് അസ്വസ്ഥനാകുന്നതിൽ? അല്ല, എനിക്ക് അസ്വസ്ഥനാകുന്നത് എന്താ വെച്ചാൽ ഈ 3 പേരും സംസാരിക്കുന്ന സമയത്ത് ആ സംസാരം തുടരാൻ അനുവദിച്ച മര്യാദ നിങ്ങൾ എന്നോട് കാണിക്കില്ല. ആദ്യ റൗണ്ടിൽ അത് ചെയ്തു സാർ. ഇത് രണ്ടാം റൗണ്ടാണ് സാർ. എത്ര റൗണ്ടാണെങ്കിൽ ഈ റൗണ്ടൊക്കെ ഇവിടെ കഴിയുന്നല്ലേ. ഞാൻ പറയുന്നത് ഈ 3 പേരും ഉപയോഗിച്ച ഒരു വാദം, ആ വാദത്തിന് മറുപടി പറയുമ്പോൾ ഒരാൾക്ക് ന്യായമായിട്ട് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം തരണ്ടേ? അതല്ലേ ചർച്ചയുടെ ഒരു ജനാധിപത്യ മര്യാദ? അല്ല, നമുക്ക് ഈ സമയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങ് വേഗം ഒന്ന് പറയണമെന്ന് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു. അങ്ങ് ഇനി തടസ്സപ്പെടുത്താതിരുന്നാൽ ഞാൻ വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. മോദിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വിജയമുണ്ടായത് എന്ന വിലയിരുത്തലിനോട് വിയോജിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ മോദിയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് ന്യൂനീകരിച്ച് കാണലാണ്. കഴിഞ്ഞ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളാണ് മോദിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്. അതെല്ലാവരും വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തിപ്രഭാവം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ല എന്ന് ഞാൻ സമീപ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ച കാണുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത്, തുടങ്ങിയത്, ഇത് വരുന്നതിൽ ഞങ്ങൾ ഭയന്നു എന്ന് ദയവായി പറയാതിരിക്കുക. ഒന്ന്, വയനാട് അങ്ങനെ ഉറച്ച സീറ്റാണെന്ന് തന്നെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിനോ മറ്റുമാണ് അവിടെ UDF ജയിക്കുന്നത്. അവിടുത്തെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4 ഇടതുപക്ഷമാണ്. ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 20,000 or 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷം തന്നെ എത്രമാത്രം സുരക്ഷിതമാണെന്നൊക്കെ മറ്റൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ, അത് കാലം തെളിയിക്കട്ടെ. ഭയം എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് ഭയത്തിൻ്റെ പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ല. ദയവായി നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങളുടെ കൺസേൺ രാജ്യത്തിൻ്റെ ഭാവിയും ഇന്ന് BJP അധികാരത്തിൽ നിന്ന് പുറത്തിറക്കണമെന്ന ഏറ്റവും സുപ്രധാനമായ രാജ്യ താൽപര്യത്തെ
ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ബാധിക്കും? BJPക്കെതിരെ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഇപ്പോഴത്തെ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിന് കൂടിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം അവരാണ് നിങ്ങൾ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തെ വലിയ പാർട്ടി. അതിന് നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ നേതൃത്വത്തിൻ്റെ മുൻപിൽ നിന്ന് യുദ്ധമുഖത്തു നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വം നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ BJP വിരുദ്ധ സമരത്തിന് സഹായകരമായ രീതിയിലല്ല. അത് അവരെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത്. അത് കോൺഗ്രസ് ദുർബലപ്പെട്ടു പോകുമല്ലോ. ശരി ശരി സ്വരാജ്, സമയം വല്ലാതെ കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അങ്ങ് സഹകരിക്കണം. ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റാണ്. ശ്രീ രാജേഷ്, ചോദ്യമില്ല. ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു ആദ്യം പറഞ്ഞു നിങ്ങൾ മൈനോറിറ്റി പൊളിറ്റിക്സ് എന്തിനാ ന്യൂനപക്ഷങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചു. ഞാൻ ന്യൂനപക്ഷങ്ങൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ സ്വരാജ് പറഞ്ഞ ചരിത്ര വസ്തുതകൾ രാജേഷ് മനസ്സിലാക്കിയിട്ട് പറയണം. സോവിയറ്റ് യൂണിയൻ്റെ കാര്യം പറഞ്ഞു. സ്വരാജ് ചരിത്ര വസ്തുതകൾ ഉദാഹരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. 2004 ഇടതുപക്ഷത്തിന് 59 MPമാരുണ്ടായിരുന്നു. 2004 ഇടതുപക്ഷം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു, മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി. അതിനുശേഷം നടന്ന 2009 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 59 29 സീറ്റായി കുറയുന്നു. 2014 ആയപ്പോഴേക്കും അത് 11 സീറ്റായിട്ട് കുറയുന്നു. അതായത് നിങ്ങളുടെ നിലപാടില്ലായ്മ കോൺഗ്രസിന് പിന്തുണ കൊടുത്തതിന് ശേഷം ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നും ഇടതുപക്ഷക്കാരുടെ മനസ്സിൽ നിന്ന് പോലും നിങ്ങൾ കുടിയിറങ്ങി 2004 നിന്നും 2014 എത്തുമ്പോൾ 59 നിന്നും 11 മാറുന്നു. അതേസമയം തന്നെയാണ് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ വീണ്ടും 2019 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ടോട്ടലായിട്ട് ഇല്ലാതാകും എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ 35 വർഷമായി ശ്രീ പിണറായി വിജയനെ പഠിക്കുന്നു എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അടൽജിയെയും അദ്വാനിജിയെയും കുറിച്ച് പഠിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രതിയോഗ സ്ഥാനത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ കുറിച്ചും പഠിക്കാറുണ്ട്. EK നായനാരെ കുറിച്ച് പഠിക്കാറുണ്ട്, K കരുണാകരനെ കുറിച്ച് പഠിക്കാറുണ്ട്. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പിണറായി വിജയനെ ഞാൻ വായിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ശ്രീ അബ്ദുൽ നാസർ മദനിയുമായിട്ട് ശ്രീ പിണറായി വിജയൻ വേദി പങ്കിട്ട സമയത്ത് അബ്ദുൽ നാസർ മദനി പറഞ്ഞത് ആകാശം ഇടിഞ്ഞ് വീണാൽ പോരട്ടെ ഞങ്ങൾ താങ്ങിക്കോളാം എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് മദനി പ്രസംഗിച്ചു. 2004 അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മത്സരിച്ച ആ കൺവെൻഷനിൽ വെച്ചു. സ്വരാജ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. ആ പിണറായി വിജയൻ തുഷാർ വെള്ളാപ്പള്ളി കാണിക്കുന്ന ഞാനൊന്ന് പറയട്ടെ. അതെ 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 അങ്ങനെ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഹുസൈൻ രണ്ടത്താണി ആയിക്കോട്ടെ. എന്തായാലും അബ്ദുൽ നാസർ മദനി പ്രസംഗിച്ചു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതൊന്ന് സ്വരാജ് പരിശോധിച്ച് നോക്കൂ. പിന്നെ മറ്റൊന്ന്, ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിയെ നേരിടാൻ കാണിക്കുന്ന തൻ്റെ ഇടം പോലെ ഇടതുപക്ഷ നേതാക്കന്മാരും ശ്രീ പിണറായി വിജയനും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്താ പറയുക, രാഹുലല്ല ആരോ വന്നോട്ടെ ഞങ്ങൾ നേരിടാൻ തയ്യാർ എന്ന് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കരുത്, ഞങ്ങൾ നിൽക്കുന്നത് അങ്ങയെ പ്രധാനമന്ത്രിയാക്കാനല്ലേ. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്തെങ്കിലും വേണോ? ഒരു സെക്കൻഡ് എന്നുള്ള ധ്വനി വെച്ചുള്ള പ്രസംഗം വരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ പകച്ചുപോയി. സ്വരാജ്, നിങ്ങൾ പകച്ചുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിന്നുകൊണ്ടാണ് വേറൊന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോഴേക്കും എന്താ പ്രസക്തി? ബീഹാറിൽ സഖ്യമില്ല, ഉത്തർപ്രദേശിൽ സഖ്യമില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ മഹാസഖ്യം എന്ന് പറയുന്നു, അവിടെ നിങ്ങൾക്ക് സീറ്റില്ല. 2 സീറ്റ്, ഞാൻ ഔദാര്യമൊന്നും പറയുന്നില്ല, 2 സീറ്റ് തമിഴ്നാട്ടിൽ ലഭിച്ചതൊഴിച്ചാൽ മഹാരാഷ്ട്രയിൽ വലിയ ലോങ് മാർച്ച് നടത്തും. ഒരൊറ്റ സീറ്റ് നിങ്ങൾക്ക് NCP തരുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുമെന്ന്, വലിയ മാർച്ച് സംഘടിപ്പിച്ചു, NCP ഒരൊറ്റ സീറ്റ് പോലും തരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ. എനിക്ക് 1.5 മിനിറ്റ് ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് പോവുകയാണ്. ഇതിൽ ഭയത്തിൻ്റെ പ്രശ്നമേ വരുന്നില്ല CPM എന്നാണ് ശ്രീ സ്വരാജ് പറഞ്ഞത്. അല്ല, അതിലെനിക്ക് പറയാനുള്ളത്, ശ്രീ സ്വരാജ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. രാഷ്ട്രീയമായിട്ട് CPM-ൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്തരം പ്രതികരണങ്ങളാണ്. പക്ഷേ അത്തരം പ്രതികരണം അല്ല അവിടെ വന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വന്ന പ്രതികരണം അങ്ങനെയല്ലായിരുന്നു. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞത്. കൈപ്പത്തി ചിഹ്നത്തിൽ സിദ്ദിഖ് മത്സരിച്ചാൽ ഇന്ത്യയിൽ മതേതര സർക്കാർ വേണമെന്നും, കൈപ്പത്തി ചിഹ്നത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യയിൽ മതേതര സർക്കാർ വേണ്ട എന്നും പറയുന്ന ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് എങ്ങനെ വന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ പേടിച്ചോ പേടിച്ചില്ലയോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ ആയിക്കോട്ടെ. ഈ രാഷ്ട്രീയ നിലപാട് ഇതാണ് ഇന്ത്യയുടെ മുന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ട രാഷ്ട്രീയം ഇതാണ്, നിലപാട് ഇതാണ് എന്നൊരു PB അംഗം പറയുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുക? അല്ല, രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തീരുമാനം വരുമ്പോൾ രാഹുൽ മുഖ്യ ശത്രുവായി കാണുന്നതാരെ എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഇവർ. രാഹുൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു സീറ്റ് തിരഞ്ഞെടുക്കുന്നു, 2 മത്സരിക്കുന്നു, ഒരു സീറ്റ് തിരഞ്ഞെടുക്കുന്നു. വയനാട് സേഫ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അത്ര സേഫ് ആയിരിക്കില്ല, ആയിക്കോട്ടെ.
അതിൽ ഉടനെ ഇന്ത്യയിൽ മതേതര സർക്കാർ വേണോ വേണ്ടായോ എന്ന് ഞങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന് ഇടതുപക്ഷം പറയുന്നത് എന്തിനാ? അതിൻ്റെ രാഷ്ട്രീയം എന്താ? അത് ഏത് നിലപാടാണ്? പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച നിലപാട് ഇതാണോ? ശരി, വളരെ ചുരുക്കി 30 സെക്കൻഡേ ഉള്ളൂ ശ്രീ അജയ് തറയിൽ, വേഗം 2 തവണ അങ്ങ് ഇടപെട്ടുകൊണ്ട് അങ്ങേക്ക്. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ മറ്റേ സ്വരാജിൻ്റെ ചില വിഷമങ്ങൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി അത്ര നേതാവല്ലെന്ന്. രാഹുൽ ഗാന്ധി ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശ്വസ്തനായ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലെ ഒരു തരംഗമാണ് രാഹുൽ തരംഗം. ആ രാഹുൽ തരംഗം ഇത് ആഞ്ഞടിക്കുന്നു. ഞാൻ ഭയക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്നലെയെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ പോലെ രാഹുലിനെ തോൽപ്പിക്കാൻ, രാജീവ് ഗാന്ധിയെ തോൽപ്പിക്കാൻ ചെയ്ത പോലെ രാഹുലിനെ തോൽപ്പിക്കാനും മാർക്സിസ്റ്റ് പാർട്ടി BJP-യുമായി സഖ്യം വെക്കുമോ എന്നൊരു സമയം പൂർണ്ണമായി ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.